എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ലൂക്ക 3:6 രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്ക 3:6 The whole mankind will see the salvation of our God. ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ലൂക്ക 3:6. 1 തിമോത്തി 2:4-6 എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ എല്ലാവർക്കും വേണ്ടി മോചനദ്രവ്യമായി നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാവരുടെയും പാപപരിഹാര ബലിയായി നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 പത്രോസ് 3:9 ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നതിനാൽ ദൈവം ഒരു സമൂല ശിക്ഷ അയച്ച് പാപം ചെയ്യുന്നവരെ നശിപ്പിക്കാതെ അനുതപിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ ദൈവം മാനവരാശിക്ക്, ക്രൈസ്തവ ജനതയ്ക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് നൽകുന്ന വലിയ കൽപ്പന, ദ ഗ്രേറ്റ് കമാൻഡ്മെന്റ്, ഇതാണ്. മർക്കോസ് 16:15 നിങ്ങൾ ലോകമെങ്ങും പോയി മനുഷ്യരോട് മാത്രമല്ല സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. കേൾക്കാൻ ആളില്ല എന്ന് കരുതി പ്രസംഗിക്കാതിരിക്കണ്ട. അവനവൻ്റെ മുറിയിലിരുന്ന് പ്രസംഗം തുടരാം. എന്നിട്ട് പറയാം, ദൈവമേ, കോടാനുകോടി മാലാഖമാരെ അയച്ച് ഈ വചനം ലോകമെമ്പാടും എത്തിച്ചു കൊടുക്കണമേ എന്ന്. മാലാഖമാർക്ക് ഒരു പ്രത്യേക പ്രേക്ഷിത ദൗത്യമുണ്ട്. ദൈവസ്തുതി മാത്രമല്ല. ഹെബ്രായർ 1:14 ഹെബ്രായർ 1:14 രക്ഷിക്കപ്പെടേണ്ടവരുടെ പക്കലേക്ക് അയക്കപ്പെടേണ്ട സേവകാത്മാക്കളല്ലേ അവർ. രക്ഷിക്കപ്പെടേണ്ടവരുടെ പക്കലേക്ക് അയക്കപ്പെടേണ്ട സേവകാത്മാക്കളല്ലേ അവർ. അപ്പൊ നമ്മുടെ കടമയാണ്, ദൈവമേ, കോടാനുകോടി മാലാഖമാരെ അയച്ച് ഈ സുവിശേഷ ദൂത് സന്ദേശം സകല ജനതയ്ക്കും എത്തിച്ച് കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ കുർബാന ബലി അർപ്പിക്കുമ്പോൾ കൂദാശ സ്വീകരണത്തിൻ്റെ
സമയം ആകുന്ന അവസരത്തില് പലപ്പോഴും ഒരു ചെറിയ ഈച്ച പറന്നു വന്ന് ആ തിരുവോസ്തിയിൽ ഇരിക്കുമ്പോൾ ആദ്യകാലത്ത് എനിക്ക് ഭയങ്കര വിഷമവും ലജ്ജയും പേടിയുമൊക്കെ ഉണ്ടാകുമായിരുന്നു. കാരണം എന്താണ്? മനുഷ്യര് വല്ലതും കാണുവോ, ഈച്ച അഴുക്കുള്ള ജീവിയല്ലേ എന്നുള്ള ചിന്ത. പക്ഷേ പലപ്പോഴും അത് ആവർത്തിക്കപ്പെട്ടപ്പോൾ അതിനൊരു സന്ദേശമുണ്ട് എന്ന് ദൈവം വെളിപ്പെടുത്തി. സകല സൃഷ്ടികളെയും ദൈവം തന്നോട് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം വഴി രമ്യതപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഈ ജീവജാലങ്ങളല്ല കുഴപ്പക്കാര്, പിന്നെ ആരാണ്? ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യര്. ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നമുക്ക് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അതിൻ്റെ അടുത്ത വചനം, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ സാദൃശ്യം ഏതാണ്? അടുത്ത കാലം വരെ എനിക്ക് വ്യക്തരൂപമില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് വചനത്തിൽ തന്നെ മനസ്സിലായി, ആ സാദൃശ്യം, ആ രൂപം യേശുക്രിസ്തുവിന്റെ രൂപമാണ്. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച യേശുക്രിസ്തു അവിടുന്ന് അനാദി മുതൽ ഉള്ളവനാണ്. മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിലും അനാദി മുതൽ അവനുണ്ട്. അവന്റെ സാദൃശ്യത്തിലാണ് നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ പാപം വഴി ആ സാദൃശ്യം നഷ്ടപ്പെട്ടു. ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, സർവ ജീവജാലങ്ങളുടെയും മേൽ നിങ്ങൾക്ക് അധികാരവും ശക്തിയും നൽകുന്നു. വന്യമൃഗങ്ങളുടെ മേൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇഴജന്തുക്കളുടെ മേൽ, ആകാശത്തിലെ പറവകളുടെ മേൽ. ഇഴജന്തുക്കളെ പറയുമ്പോൾ പാമ്പ്, തേള്, പഴുതാര, പിന്നെ എന്നതാ രോഗാണുക്കള്, ഇവയുടെ എല്ലാം മേൽ നമുക്ക് അധികാരം നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതൊന്നും നമ്മളെ ഉപദ്രവിക്കുകയില്ല എന്ന് ദൈവം നിശ്ചയിച്ചു. പക്ഷെ ഈ അധികാരമെല്ലാം പൊടുന്നനെ നഷ്ടപ്പെട്ടത് എപ്പോഴാണ്? പാപം വന്നപ്പോഴാണ്. എങ്ങനെയാണ് ആ അധികാരം നമുക്ക് തിരിച്ചു കിട്ടുന്നത്? ദൈവത്തിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി പാപപരിഹാര ബലിയായി കുരിശിൽ മരിച്ചു. ഏറ്റവും അവസാനത്തെ ശത്രുവായ മരണത്തെയും കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു. ആ യേശുവിനെ തലയ്ക്കകത്തല്ല, ഹൃദയത്തിൽ രക്ഷിതാവായി, നാഥനായി, ജീവിത ലക്ഷ്യമായി, ജീവിത സർവസ്വമായി നമ്മൾ പ്രതിഷ്ഠിക്കണം. 1 പത്രോസ് 3:15, 1 പത്രോസ് 3:15, ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസ വിഷയത്തെക്കുറിച്ച് സംശയം ചോദിക്കുന്നവരോട് തക്ക മറുപടി നൽകുവാൻ ഒരുക്കമുള്ളവരായിരിക്കുവിൻ. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാര ബലിയായി കുരിശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ് പാപത്തെയും സത്താനെയും മരണത്തെയും ജയിച്ചടക്കി യേശുവാണ് എൻ്റെ ജീവിത സർവസ്വം, യേശു എനിക്ക് മതിയായവൻ എന്ന തീരുമാനവും സമർപ്പണവും ഉണ്ടെങ്കിൽ വന്യമൃഗങ്ങൾക്കോ വിഷജീവികൾക്കോ നമ്മുടെ മേൽ അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവയുടെ മേൽ അധികാരമുണ്ട്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആന്റണി ഭാര്യ ലില്ലിയും ചാലക്കുടി അടുത്ത് ഒരു വീട് മേടിച്ചു. അവർ 30 കൊല്ലം അവരെ ജോലി ചെയ്ത് ഇനി പൈസ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്നില്ല. ധ്യാന കേന്ദ്രത്തിൽ സഹായിക്കണം എന്ന് കരുതി ഇവിടെ ചാലക്കുടി അടുത്ത് വീട് മേടിച്ചു. വീട് തിരക്കേടില്ല, പക്ഷെ ചുറ്റും ചതുപ്പ് നിലം, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം, കൊതുക് ധാരാളം. അവരുടെ വീട്ടിൽ അകത്തും പുറത്തും എല്ലാം കൊതുകാണ്.
ഭക്ഷണം കഴിക്കാൻ വാ പൊളിക്കുമ്പോൾ ആദ്യം കൊതുക് അകത്ത് കയറുന്നു. അപ്പോൾ അമേരിക്കൻ പൗരന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൊതുകിന് വകുപ്പില്ല. അപ്പോൾ ഏതായാലും ഒരു ദിവസം ഈ ആൻ്റണി എൻ്റെ ഇവിടെയുള്ള മുറിയിൽ വന്നു. പറഞ്ഞച്ചാ, ഞാൻ എറണാകുളം വരെ ഒന്ന് പോവുകയാണ്. എന്തിനാ? എൻ്റെ വീട് മുഴുവൻ പൊതിയാനായിട്ട് ഒരു കൊതുക് വല മേടിക്കണം. കൊതുകിന് യാതൊരു വിധത്തിലും തടയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ മുറിയുടെ തൊട്ട് മുമ്പിൽ ഒരു സ്ത്രീ സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നു. മകനെ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, ഹാർട്ടിൻ്റെ വാൾവിന് ദ്വാരമുണ്ട്, ഓപ്പറേഷൻ 25,000 രൂപ വേണം. ഞാൻ എന്തുകൊണ്ടോ അവരോട് സംസാരം മുഴുവിപ്പിക്കാതെ ഞാൻ അകത്തോട്ട് പോന്നു. അവരവിടെ നിന്നു. ഞാൻ ആൻ്റണിയോട് സംസാരിച്ചു. ആൻ്റണി, 50,000 രൂപയുടെ കൊതുകുവലയല്ലേ, ഞാനൊരു വചനം പറഞ്ഞു തരാം. അത് ഒരാഴ്ചത്തേക്ക് കാലത്ത് 3 പ്രാവശ്യവും വൈകുന്നേരം 3 പ്രാവശ്യവും ഏറ്റു പറയുക. ലൂക്ക 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകലവിധ ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു, യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈ വചനം ഭാര്യയോ ഭർത്താവോ പറയുക, മറ്റേയാൾ ഏറ്റു പറയുക, കാലത്തും വൈകുന്നേരം 3 പ്രാവശ്യം. ഒരാഴ്ച കഴിഞ്ഞ്, അതായത് അടുത്ത തിങ്കളാഴ്ച വന്ന് എന്നെ കാണുക. ഈ വചനം ഫലിച്ചെങ്കിൽ ആ പറഞ്ഞ പൈസയുടെ പകുതി 25,000 ഈ ചേട്ടത്തേക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. പിറ്റേ തിങ്കളാഴ്ച 2 പേരും വന്നു. 25,000 രൂപ എടുത്ത് ആ സ്ത്രീക്ക് കൊടുത്തു. ആൻ്റണിയും ലില്ലിയും കൊല്ലത്തിൽ 1 മാസമൊക്കെ ഇവിടെ വന്ന് താമസിക്കുള്ളൂ. അവർ ഫ്ലോറിഡയിലുള്ള നമ്മുടെ ധ്യാനമന്ദിരത്തിൽ തന്നെ സഹായികളാണ്, സ്ഥിരം സഹായികളാണ്. ഇപ്പോൾ 14 കൊല്ലമായിട്ട്, 13 കൊല്ലം കഴിഞ്ഞു. അവരുടെ വീട്ടിൽ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊതുക് കയറിയല്ല, ചുറ്റും കൊതുക് കൊണ്ട് താനും. സ്റ്റാൻഡിങ് ഓർഡറാണ്. ലൂക്ക 10:19 പ്രകാരം കൊതുക് അകത്ത് കയറുകയില്ല. പ്രൈസ് ദി ലോർഡ്. മൂന്നാറിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നു, കൃഷി നശിപ്പിക്കുന്നു, ആളെ കൊല്ലുന്നു എന്ന സംഭവം അടുപ്പിച്ചു വന്ന അവസരത്തിൽ ഞാൻ ഏതാനും പേരോടുകൂടെ ഈ വചനം പറഞ്ഞ് വന്യമൃഗങ്ങളെ ഇവിടെ ഇരുന്ന് ബന്ധിച്ചിരുന്നു. അടുത്ത നാളിൽ കുറേ നാളായിട്ട് അത് ഇറങ്ങിയതായിട്ട് കേട്ടിട്ടില്ല, കുറേ നാളായിട്ട്. എന്നാൽ അത് മറ്റുള്ളവരും അറിയണം. വചനത്തിന് അധികാരമുണ്ട്. നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. നമ്മളൊരു അതിർത്തി വരച്ച് അല്ലെങ്കിൽ നിർദ്ദേശിച്ച് കൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുകയില്ല. കാരണം എന്താണ്? ദൈവവചനത്തിന് അനന്ത യോഗ്യതയുണ്ട്, അനന്ത ശക്തിയുണ്ട്. ഒരേ ഒരു വചനത്താലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടിച്ച ഭ്രമണപഥത്തിൽ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴത്തെ കർദിനാൾ ആലഞ്ചേരി പിതാവ്, ഞാൻ സെമിനാരിയിലായിരുന്നപ്പോൾ എൻ്റെ മുതിർന്ന ക്ലാസ്സിലായിരുന്നു. അദ്ദേഹം BA, ഞാൻ BSc മാത്തമാറ്റിക്സ്. അപ്പോൾ അദ്ദേഹത്തോട് സെമിനാരി അതിർക്കതിൽ പറഞ്ഞു, ഈ സയൻസ് പരമായ കുറേ ഒരു അറിവ് കൊടുക്കാനായിട്ട് ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്ത് സെമിനാരിക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. അദ്ദേഹം BA-ക്കാരൻ, ഞാൻ BSc-ക്കാരൻ. അപ്പം BA-ക്കാരൻ എന്ത് ചെയ്തു? എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇതിനകത്ത് വല്ല തെറ്റുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചിട്ട് ഒരു തെറ്റും കണ്ടുപിടിച്ചില്ലെങ്കിലും ഞാൻ കണ്ടുപിടിച്ച ഒരു രഹസ്യം ഉണ്ടായിരുന്നു. ഭൂമിയേക്കാൾ 1 കോടി വലിപ്പം കൂടുതൽ സൂര്യന്, സൂര്യനേക്കാൾ വലിപ്പമുള്ള 10,000 കോടി നക്ഷത്രങ്ങൾ, ഓരോ നക്ഷത്രത്തിന്റെ മുറ്റും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു സയന്റിസ്റ്റ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ 10,000 കോടിയൊന്നും അല്ല, പിന്നെയും 10,000 ഉണ്ട്, ഓരോ ഗാലക്സിയിൽ തന്നെയുണ്ട്. ഇതെല്ലാം ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച് മില്യൺസ് ഓഫ് ഇയേഴ്സ് പരിപാലിക്കുന്നു. ഇതൊന്നും വേണ്ട. നമ്മുടെ കാര്യം എടുത്ത് 743 കോടി ജനം. ദൈവം പറയാണ് ഓരോരുത്തരെയും കുറിച്ചും, ഒരു ചിന്ത നിന്റെ മനസ്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ അറിയുന്നു. നീ ഇരിക്കുന്നതും കിടക്കുന്നതും
ഞാൻ അറിയുന്നു. നത്താനിയേലിനോട് പറഞ്ഞു, നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. ഇത് നത്താനിയേലിനെ കുറിച്ചുള്ള വചനമല്ല, നമ്മളെ കുറിച്ചുള്ള വചനമാണ്. 1 കൊറിന്ത്യർ 10:11 പറയുന്നു, എഴുതപ്പെട്ട വചനം നമുക്ക് വേണ്ടിയും നമ്മെ പ്രതിയുമുള്ളതാണ്. നമ്മെ കുറിച്ചുള്ള വചനമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ വിരൽ തുമ്പിലാണ്, വചനത്തിന്മേലാണ് നിൽക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1-2. വചനം ദൈവമായിരുന്നു. ആ വചനത്തിന് എന്ത് സംഭവിച്ചു? യോഹന്നാൻ 1:14, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 1:3 പറയുകയാണ്, ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം അവൻ വഴി ഉണ്ടായി. വചനം മാംസമായവൻ വഴി, യേശു വഴി. സൃഷ്ടികർമ്മം മുഴുവൻ പിതാവ് നടപ്പാക്കിയത് യേശുവിലൂടെയാണ്. പിതാവിനെ അനുസരിക്കുന്നത് പോലെ തന്നെ പുത്രനെയും എല്ലാവരും അനുസരിക്കണം. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. പുത്രനായ യേശു പറയാണ്, ഞാൻ സ്വന്തം ഇഷ്ടത്താൽ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്ത് കാണിക്കുന്നതല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒരിക്കല് സൗത്ത് ആഫ്രിക്കയുടെ അടുത്ത രാജ്യമായ ബോസ്നിയയില് ധ്യാനപ്രസംഗം നടത്തുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു അൽമായ സഹോദരൻ പ്രാർത്ഥന നയിക്കുകയാണ്. പെട്ടെന്ന് അയാൾ ദർശനത്തിൽ കണ്ടു, ഈ വടിയും 2 വടിയും ക്രച്ചസേ വരുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നതായിട്ട്. അവന് രോഗശാന്തി കിട്ടുന്നതായിട്ട് ദർശനത്തിൽ കണ്ടു. ഉടനെ ഇവനത് വിളിച്ചു പറഞ്ഞു. ഉടനെ ഇതാ സംഭവം നടന്നു. പിതാവ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. അത് പുത്രന്റെ ആത്മാവ് ആ സഹോദരനെ കാണിച്ചു കൊടുത്തു. അന്നേരം തന്നെ അവൻ സുഖപ്പെട്ടു. വർഷങ്ങളായിട്ട് 2 ക്രച്ചസേൽ നടന്നവൻ അതിലൂടെ എല്ലാം ഓടി നടക്കാൻ തുടങ്ങി. ഈശോ പറയാണ്, പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പിതാവും ഞാനും ഒന്നാണ്. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എന്റെ ഭക്ഷണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിഡ്നിയിൽ നിന്ന് ഒരു കൊല്ലംകാരത്തി ഒരു സഹോദരി 40-45 വയസ്സ് കാണും, എന്നെ പരിചയമുള്ള ആളാണ്. പോട്ടയിലേക്ക് വിളിച്ചു. ഞാൻ പോട്ടയിൽ ആശ്രമത്തിലുള്ള എൻ്റെ മുറിയിലിരുന്ന് ഒരാൾക്ക് കൗൺസിലിംഗ് കൊടുക്കുകയാണ്. അവർ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഇന്തോനേഷ്യയിലാണ് എൻ്റെ ആങ്ങളെയും നാത്തൂനും കുടുംബവും. ഇതുവരെ വരാത്ത തരത്തിലുള്ള ഭൂകമ്പവും സുനാമിയും അവിടെ വരുന്നു എന്ന അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അവർ നിലവിളിച്ചുകൊണ്ട് ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നമ്മുടെ കയ്യിൽ പറ്റിയ വചനമല്ല ഇരിക്കുന്നത്, നീ അങ്ങ് ഏറ്റു പറഞ്ഞോളാൻ പറഞ്ഞു. വെളിപാട് 11:6. പ്രവചന കാലത്ത്, വചനപ്രഘോഷണ കാലത്ത് മഴ പെയ്യാതെ ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. 3 പ്രാവശ്യം ചൊല്ലിക്കൊടുത്തു. എന്നിട്ട് അടുത്തത്, ദൈവവചനത്തിന്റെ അനന്തശക്തിയാൽ ഇന്തോനേഷ്യയിൽ തലപൊക്കിയിരിക്കുന്ന സുനാമിയും ഭൂകമ്പവും ബന്ധിക്കപ്പെടട്ടെ. അത് 3 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു. 1 തരം, 2 തരം, 3 തരം ഉറപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആ ഭൂകമ്പം ഇന്തോനേഷ്യയില് 2 പേരേ മരിച്ചുള്ളൂ. ഒരാൾ പേടിച്ച് മരത്തെന്ന് വീഴും, ഒരാൾ ഹാർട്ട് അറ്റാക്കും. ഇത് 2012. ഇനി നമ്മുടെ ജീവിതകാലത്ത് സുനാമി ഉണ്ടാകിയാലെന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കാരണം വചനത്താൽ ആ സാത്താനെ ബന്ധിച്ചു. എന്താണ് ആ സാത്താനെ ബന്ധിക്കുന്നു പറയാൻ കാരണം? നമ്മുടെ ഓർമ്മയിലുള്ള സുനാമിയിൽ ഒറ്റ ദിവസം കൊണ്ട് 3 ലക്ഷം പേര് കൊല്ലപ്പെട്ടു. ദൈവം കൊല്ലുന്നവനാണോ? ആണോ? അല്ല. അപ്പൊ കൊലയാളി ആരാ? സാത്താനാ. സാത്താൻ എങ്ങനെ ഭൂമിയുടെ മേൽ അധികാരം കിട്ടി? മനുഷ്യരെല്ലാം പാപം ചെയ്തു കൂട്ടുകയാണ്. ഉടനടി ശിക്ഷിക്കുന്നില്ല എന്ന് കരുതി ദൈവകൽപ്പന ലംഘനം പെരുകുന്നു. അപ്പൊ സാത്താന്റെ മേൽ, ഭൂമിയുടെ മേൽ സാത്താൻ അധികാരം കിട്ടി. അതാണ് ആ 3 പ്രലോഭനങ്ങളുടെ മധ്യേ യേശുവിനോട് സാത്താൻ പറഞ്ഞത്, ഈ കാണുന്നതെല്ലാം എൻ്റെതാണ്,
നീ എന്നെ താണുവിൻ ആരാധിക്കാമെങ്കിൽ നിനക്ക് തന്നേക്കാം. ഈശോ വചനം തന്നെ ആയതുകൊണ്ട് വചനത്തിലൂടെ മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ പോകുന്ന കഴിഞ്ഞ അനേക വർഷങ്ങള് ഇന്ത്യയിലായിരിക്കുമ്പോഴും എല്ലാം അറിയാറുള്ളൊരു കാര്യമുണ്ടായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് കൊടുങ്കാറ്റ് വീശി ഫ്ലോറിഡ സംസ്ഥാനത്ത് ഒരുപാട് നാശനഷ്ടം എല്ലാ കൊല്ലവും ഉണ്ടാകുമായിരുന്നു. എല്ലാ കൊല്ലവും അടുപ്പിച്ച് നമ്മുടെ ധ്യാനമന്ദിരത്തിന്റെ സ്ഥലം വാങ്ങിച്ചു, ഒരു ചെറിയ വീട്. കാലത്ത് ആരാധനയുടെ സമയത്ത് ഈശോ കൊടുങ്കാറ്റിനെ ബന്ധിച്ച അതേ വചനത്താൽ ഫ്ലോറിഡയിൽ ഉയരുന്ന കൊടുങ്കാറ്റിനെ ഞങ്ങൾ ബന്ധിക്കുന്നു. എല്ലാ ആരാധനയിലും പറയുമായിരുന്നു. പിന്നെ ഫ്ലോറിഡയിലേക്ക് കൊടുങ്കാറ്റ് വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനത്തിന് ദൈവ തുല്യമായ അനന്തശക്തിയുണ്ട്. വിശ്വാസം ഉണർത്തുന്ന വചനങ്ങൾ, പ്രത്യാശ ഉണർത്തുന്ന വചനങ്ങൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോയാൽ പോരാ, എഴുതി വെച്ച് ആവർത്തിച്ച് പതിവായിട്ട് ഏറ്റുപറഞ്ഞ് ദൈവവചനത്തിന്റെ ശക്തിയാൽ അനേകായിരം, അനേക ലക്ഷം, അനേക കോടി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ യേശുവിന്റെ നാമത്തിൽ ലോകം മുഴുവനും, എല്ലാ രാജ്യങ്ങളിലും, പട്ടണങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലും, ഇടവകകളിലും, രൂപതകളിലും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ അഭിഷേകം ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സങ്കീർത്തനം 48:10, സങ്കീർത്തനം 48:10, ദൈവമേ അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേരിക്കയിലെ ന്യൂയോർക്കിലെ JF കെന്നഡി എയർപോർട്ട്, ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ നിന്ന് ഒരു കൂറ്റൻ വിമാനം പറന്ന് ആകാശത്തിന്റെ ബണ്ടയിലെത്തി. ആ ആകാശവിധാനത്തിലൂടെ 10,000-കണക്കിന് ചെറിയ പക്ഷികള് പറന്ന് പോയിക്കൊണ്ടിരുന്നു. അതിലേതാനും പക്ഷികള് വിമാനത്തിന്റെ നാസാരന്ധ്രത്തിലൂടെ അകത്ത് കയറി, എന്ന് പറഞ്ഞ പോലെ ദ്വാരമുള്ള സ്ഥലത്തൂടെ അകത്ത് കയറി. വിമാനത്തിന്റെ 4 എഞ്ചിനും പ്രവർത്തിക്കാതെയായി. കപ്പിത്താൻ അപകട സൂചന അറിയിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് thee, ബ്ലെസ്ഡ് ആർട്ട് thou among women and blessed is the fruit of thy womb, Jesus. വിമാനം പന്ത് പോലെ അയാളുടെ കയ്യിൽ നിന്നു. ഇനി അയാള് താഴുക എന്ന് പറയാതെ വിമാനം താഴുകയില്ല. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ വിമാനം താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ഹഡ്സൺ നദിയുടെ മുകളിൽ കൊണ്ടുവന്ന് ഇറക്കി. എന്നിട്ടോ വിമാനം വെള്ളത്തിന് താഴോട്ട് പോകുന്നില്ല. സുരക്ഷാ സൈന്യം വന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തിയ ശേഷമേ വിമാനം വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി ഉള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. 2 വചനം. അത് വചനത്തിന് അനന്തശക്തിയുണ്ട്. പിന്നെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് എന്ത് യോഗ്യത? ഒരു വചനമുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അതാണ് നമ്മൾ പറയുന്നത്, ശുദ്ധമാന മറിയമേ തമ്പുരാന്റെ അമ്മേ. ഈ നമസ്കാരത്തിൽ തന്നെ 3 വചനമായി. എഴുതപ്പെട്ട വചനത്തിന് പരിശുദ്ധാത്മാവുണ്ട്, ജീവനുണ്ട്, അനന്ത യോഗ്യതയുണ്ട്, അനന്ത ശക്തിയുണ്ട്. നന്മ നിറഞ്ഞ മറിയമെന്നുള്ള നമസ്കാരത്തില് 3 വചനമാണ് കയറ്റി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവസാനത്തെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. എന്താ അത്? ശുദ്ധമാന മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും
പാപികളായ 743 കോടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ അർത്ഥം. ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ പ്രിയപ്പെട്ടവരും എന്ന കുഞ്ഞിക്കഷായം വെക്കാനുള്ളതല്ല ക്രിസ്തീയ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള നമസ്കാരത്തെക്കുറിച്ച് ഞാനൊരു ലേഖനം എഴുതുകയായിരുന്നു. പെട്ടെന്ന് കണ്ണടച്ചപ്പോൾ ഒരു വെളിച്ചത്തിൽ ഒരു ആർച്ച്, വെട്ടിത്തിളങ്ങുന്നൊരു ആർച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ആ ആർച്ചിൽ എഴുതി വെച്ചിരിക്കുക, ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഏത്? നന്മ നിറഞ്ഞ മറിയം. ഉടനെ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ശുദ്ധവാന മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി 743 കോടി ജനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പ്രവാചക ശക്തിയോടെ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലണം, ചൊല്ലിക്കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആൻമരിയ. എൻ്റെ കാലിന് 3 മാസമായിട്ട് വലതുകാല് മുട്ടിൻ്റെ അകത്ത് നീര് കെട്ടിയിട്ട് മുട്ട് കുത്താൻ പറ്റാതിരിക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ മുട്ട് കുത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ ഇപ്പോഴും ഇങ്ങനെ കാലിങ്ങനെ വലതുകാലിങ്ങനെ തരിച്ച് വന്നിട്ട് വേദന നന്നായിട്ട് കുറഞ്ഞതായിട്ടും സുഖപ്പെട്ടതായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് ഫാദർ അബ്രാഹം മാത്യു. എനിക്ക് ഒത്തിരി കാലമായിട്ട് ജോയിൻസിലൊക്കെ പ്രശ്നമുള്ളതാണ്. പ്രത്യേകിച്ച് സയാറ്റിക്കയുടെ പ്രശ്നം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒത്തിരി കൂടുതലായിരുന്നു ഇടത്ത് കാലിന്. അന്നേരം ഇന്നലെ രാത്രി മരുന്ന് കഴിച്ചിട്ടും കുറഞ്ഞില്ല. ഞാൻ പറഞ്ഞ് വിശുദ്ധ കുർബാനയിൽ വേദന കുറയുവാണ്, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കുറഞ്ഞ് പിന്നെയും വന്ന്, പിന്നെ ഇപ്പം അച്ഛൻ പറഞ്ഞപ്പോഴത്തേക്ക് ധൈര്യമായിട്ട് വന്ന് പോയിട്ടുണ്ട് വേദന ഇടത്ത് കാലിന്. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും.